എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 10:38. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വിശുദ്ധ പത്രോസ് കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യമാണ് പ്രസ്തുത ഭാഗം. വളരെ മനോഹരമായ ഒരു എടുത്തുകാട്ട് അല്ലെങ്കിൽ ഒരു ചിത്രീകരണമാണിത്. അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു എന്ന് മറ്റ് ചില പരിഭാഷകളിൽ കാണുന്നു. നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്ത നന്മയ്ക്ക് പകരമായി ഒരു പുഞ്ചിരി പോലും പ്രതീക്ഷിക്കാതെ കടന്നു പോവുക. വിശുദ്ധ ലൂക്കോസ് 17-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ആ ദാസനെ പോലെ പകല് മുഴുവൻ പാടത്ത് പണി ചെയ്ത് അന്തിയിൽ യജമാനന് വെച്ച് വിളമ്പി അയാൾക്ക് കിടക്കയൊരുക്കിയതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്ന ദാസനെ പോലെ എല്ലാം ചെയ്ത് ഞാൻ കടമ മാത്രം ചെയ്ത പ്രയോജനമില്ലാത്ത ദാസൻ എന്ന മട്ടിൽ ജീവിക്കുക. അയാൾക്ക് ഒന്നിനെക്കുറിച്ചും ആവലാതിയോ പരിഭവമോ ഇല്ല. ചെയ്ത കാര്യങ്ങളൊന്നും എണ്ണിപ്പറയുകയോ ഓർത്തു വയ്ക്കുകയോ ചെയ്യാത്ത നമ്മുടെ അമ്മമാരെ പോലെ അയാൾ കടന്നുപോകും. അവരാണ് അന്ത്യവിധിയിൽ അവിടുത്തെ വലതുവശത്ത് നിന്ന് ഞങ്ങൾ നിനക്ക് വേണ്ടി ഇക്കാര്യങ്ങളൊക്കെ എപ്പോൾ ചെയ്തു എന്ന് ചോദിച്ച് വിസ്മയിക്കുന്നത്. ഗുരുക്കന്മാരുടെ ഏറ്റവും വലിയ സവിശേഷത അതാണ്. കടന്നു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ തങ്ങളുടെ ഊർജവും സമയവും ഒന്നും അവർ നഷ്ടമാക്കില്ല. ഈ പോരാട്ടവും മത്സരവും ഒക്കെ വെറുതെയാണെന്ന് അവർക്കറിയാം. തങ്ങളെ സമീപിക്കുന്നവരെ കൂടി ആ പ്രകാശത്തിലേക്ക് അവർ നയിക്കും. ഗുരുനാനാക്കിനെ കുറിച്ച് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ഭിക്ഷുവായി ജീവിക്കുന്ന കാലം 2-3 ദിവസത്തിലൊരിക്കൽ മാത്രം ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി അദ്ദേഹം ഭക്ഷണം കഴിക്കുമായിരുന്നു. ഒരു ദിവസം രാജകൊട്ടാരത്തിലാണ് ചെന്നത്. രാജാവ് വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കൊടുത്തു. വളരെ അപൂർവ തേജസ്സുള്ള ഗുരുനാനാക്കിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ രാജാവിന് തനിക്കുള്ളതെല്ലാം ആ കാലത്തിൽ സമർപ്പിക്കണം എന്ന് തോന്നി. രാജാവ് വളരെ ശാന്തമായി താഴ്മയോടെ ഗുരുവിനോട് ചോദിച്ചു, അങ്ങേക്ക് വേറെ എന്താണ് വേണ്ടത്? ഒന്നും വേണ്ട എന്ന് ഗുരു പറഞ്ഞു. എന്തെങ്കിലും സ്വീകരിക്കാൻ രാജാവ് വീണ്ടും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം നിർബന്ധിച്ചു. ഗുരുനാനാക്ക് പറഞ്ഞു, എനിക്ക് വിശപ്പ് മാറ്റാനുള്ള അന്നം ഞാൻ കഴിച്ചു. ഇതല്ലാതെ ആരിൽ നിന്നും ഞാനൊന്നും സ്വീകരിക്കാറില്ല. അങ്ങനെ വല്ലതും എടുക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം രാജാവിനോട് ചോദിച്ചു, ആകട്ടെ, ഞാൻ അങ്ങേക്ക് ഒരു സാധനം തന്നാൽ അത് സ്വീകരിക്കുമോ? രാജാവിന് വളരെ സന്തോഷമായി. അങ്ങ് എന്ത് തന്നാലും അത് എൻ്റെ മഹാഭാഗ്യമായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഗുരു തൻ്റെ പൊക്കണത്തിൽ നിന്ന് ഒരു ചെറിയ പൊതിയിൽ നിന്ന് ഒരു മൊട്ടുസൂചി എടുത്ത് രാജാവിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് ഞാൻ അങ്ങേക്ക് തരുന്നു. പക്ഷേ ഒരു ചെറിയ അപേക്ഷയുണ്ട്. പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോൾ ഈ സൂചി താങ്കൾ എനിക്ക് തിരിച്ചു തരണം. എന്നിട്ട് അദ്ദേഹം ഒരു ചെറുചിരിയോടെ നടന്നുപോയി. കുറച്ചു കഴിഞ്ഞ് ഗുരു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ രാജാവ് ഒരു നിഴൽ പോലെ അദ്ദേഹത്തെ അനുഗമിച്ച് പുറകെ വരുന്നതാണ് കണ്ടത്. ഇത് നമ്മളെ ശക്തമായി ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു. ആ ക്രിസ്തുവിൻ്റെ അനുഗാമികളായി
ആ കർത്താവിലുള്ള വിശ്വാസത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തരായി ജീവിക്കാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു പ്രതിഫലം ആഗ്രഹിക്കുകയും 4 പേരെങ്കിലും അറിയണമെന്ന് വല്ലാതെ ഒരു നമ്മെ പ്രോജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ അത് ക്രിസ്തു നിഷേധമാണ് എന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിന് വേണ്ടി ഭൂമിയിൽ ഉജ്ജ്വലമായി ജീവിക്കുകയും എന്നാൽ സ്നാപക യോഹന്നാൻ പറഞ്ഞതുപോലെ അവനോ വളരണം ഞാനോ കുറയണം എന്ന മട്ടിൽ ഒരു ക്രിസ്തീയ ധർമ്മം എടുത്തുകൊണ്ട് നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന നന്മകളെല്ലാം സ്വർഗത്തിൽ ദൈവം സൂക്ഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മളെ മാനിക്കും. ലോകത്തിൻ്റെ മാനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാനുള്ള വ്യഗ്രത ഉപേക്ഷിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഇന്നത്തെ പകൽകാല ജീവിതത്തിൽ അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവും അറിവും സമ്പത്തും സ്വാധീനവും ഒക്കെ ഞങ്ങളാൽ ആവോളം ക്രിസ്തുവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് പകർന്നു കൊടുപ്പാൻ ഞങ്ങളുടെ കരങ്ങളെ ശക്തീകരിക്കണമേ, മനസ്സൊരുക്കം നൽകണമേ. ഇന്നത്തെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം കർത്താവേ അങ്ങേക്ക് ഹിതകരമായിരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കരുതലിലും കരുണയിലും സൂക്ഷിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിയും ദൈവിക സമാധാനവും അനുഗ്രഹവും കാവലും നമ്മളെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.